ടയർ മാറ്റാനെങ്കിൽ നിമിഷ നേരം മതി. ഹൈഡ്രോളിക് ജാക്ക് എത്ര അനായാസമായാണ് വാഹനം ഉയർത്തുന്നതെന്ന് കണ്ടില്ലേ. അത് മാത്രമല്ല കേട്ടോ, ബോൾട്ട് മാറ്റാൻ ഇതിലൊരു സൂത്രമുണ്ട്. അപ്പോൾ ഇതാണ് ഐറ്റം. കാണുന്ന പോലെ അത്ര ചെറുതല്ല കേട്ടോ, 4 കിലോൻ്റെ അടുത്ത് ഭാരം വരുന്നുണ്ട്. കാരണം ഒരു 3 ടണ്ണ് വരെയുള്ള വാഹനത്തിന് ഉയർത്താനുള്ള കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ നോർമൽ സോക്കറ്റ് ഉണ്ടല്ലോ, 12 വോൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ്, അതിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് അപ്പ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്താൽ സാധനം വർക്കിംഗ് ആയി എന്ന് പറയാം. ഏകദേശം 450 മില്ലിമീറ്റർ വരെ നമുക്കൊരു വാഹനത്തിന് ഉയർത്താം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇലക്ട്രിക്കായിട്ട് നമുക്ക് വണ്ടിയൊക്കെ ലിഫ്റ്റ് ചെയ്തു. ഇനി ബോൾട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയറി നിന്ന് ചവിട്ടിയിട്ട് അയക്കേണ്ടത്. എന്നാൽ അങ്ങനെയല്ല, അതിനും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഇലക്ട്രിക് ആയിട്ട് നമുക്കൊരു ടോർക്ക് റഞ്ച് കൂടിയ ഒരു ബോക്സിൽ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ഒരു ബോൾട്ടിൻ്റെ സൈസിലുള്ള സോക്കറ്റ് നമുക്ക് കണക്ട് ചെയ്യാം. ഈ ഒരു ജാക്കെന്നും പവർ സപ്ലൈ എടുത്തിട്ട് ഇതിൻ്റെ പുറകിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബോൾട്ടുകളും അഴിച്ചെടുക്കുക എന്നുള്ളത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് ലെഫ്റ്റ് റൈറ്റും ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ കണക്ട് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കുക. ഒരടി കൂടി അടിച്ച് മുഴുവനായിട്ട് കയ്യിൽ കിട്ടിയേനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഏകദേശം 340 തന്നെ ടോർക്കാണ് ഈ ഒരു കുഞ്ഞ് ഡിവൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 16,300 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരിക. ഒരു വർഷം വാറണ്ടിയോട് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അടിപൊളി ഒരു ബോക്സിലായിട്ട് നമുക്ക് ലഭിക്കുന്ന നിരവധി യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് അതിലും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇൻജോൺ ഗിയർ ഷോറൂമിലും നമുക്കിത് അവൈലബിൾ ആണ്. നിങ്ങൾ അടുത്തുള്ള ഷോറൂമിൽ ഒന്ന് വിളിച്ച് അന്വേഷിച്ചാൽ